യേശുവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രഭാതത്തിൽ വെച്ചും പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് ദൈവമക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വിഷമ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നന്മ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, കർത്താവേ, ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ കർത്താവിൻ്റെ മുഖത്തെ നോക്കി പ്രാർത്ഥിച്ച് കിടക്കപ്പായിൽ എഴുന്നേൽക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കണം. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാൻ പറ്റും. ചെയ്യുന്നവർക്ക് ദൈവമഹത്വം അനുഭവിക്കാൻ പറ്റും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2:7, റോമർ ചാപ്റ്റർ 2:7, സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് സത്കർമ്മം ചെയ്യാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, നന്മ ചെയ്യാൻ വേണ്ട കൃപ കർത്താവിനോട് ചോദിക്കാം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കടബാധിതക്കാർ കർത്താവെ വിടുതൽ പ്രാപിക്കട്ടെ. വിവാഹ തടസ്സം, ജോലി തടസ്സം, മക്കളില്ലാത്തവർ, ഇങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോരുത്തരുടെ മേൽ ദൈവകൃപ വ്യാപരിച്ച് സാക്ഷ്യമായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.